ണ്ട്. എൻ്റെ ആധാർ കാർഡിന്റെ ഫ്രണ്ടിൽ മുബാറക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ആധാർ കാർഡിന്റെ പിറകു വശത്ത് എൻ്റെ അച്ഛന്റെ പേരുണ്ട്, എൻ്റെ തറവാട്ടും പേരുണ്ട്, എൻ്റെ നാടുണ്ട്. എൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കൊടുക്കുന്നത് ആധാർ കാർഡിന്റെ പിറകു വശത്താണ്. അപ്പോ ഈ താത്തയുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ഈ ആധാർ കാർഡിന്റെ പിറകു വശമല്ല കാണിക്കേണ്ടത്. ഈ ചാനലുകാരുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ഈ ചാനലുകാർ അതിന്റെ പിറകുവശം കൂടി കാണിക്കണ്ടേ? ഞാൻ കാണിച്ചു തരാം. ഈ താത്ത കാണിച്ച ആധാർ കാർഡിന്റെ പിറകുവശം ഞാൻ കാണിച്ചു തരാം. അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഹാമിദ് സൺ ഓഫ് ആറ്റക്കോയ തങ്ങൾ. ആറ്റക്കോയ തങ്ങളുടെ മകനാണ് ഹാമിദ്. ഇവിടെ അദ്ദേഹം തങ്ങളാണെന്ന് തെളിയിക്കേണ്ട ഒരു കാര്യവും ഇന്ന് എനിക്കില്ല. പക്ഷെ ഇതിവിടെ പറയേണ്ടി വന്നത് ഒരാളെ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കൂട്ടം ആളുകൾ, ഈ സ്ത്രീ മാത്രമല്ല, ഈ താത്ത മാത്രമല്ല, ഈ താത്ത അതിൽ വെറും ഒരു കരു മാത്രമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, നമുക്ക് ഇന്നലെ കിട്ടിയ അറിവ് പ്രകാരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, അഥവാ നമ്മൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ നൂറെ ഹബീബ് തങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു സ്ത്രീ, ഒരു താത്ത ഉണ്ടായിരുന്നു. അവർ അതിനുവേണ്ടി തെളിവുകൾ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. മറുനാടൻ എക്സ്ക്ലൂസീവിലൂടെയാണ് അവർ ഇതിൻ്റെ തെളിവുകളൊക്കെ പുറത്തു കൊടുത്തത്. അപ്പം അതിൽ തെളിവ് എന്ന് പറയാനുള്ള കാര്യങ്ങളൊന്നും ശരിക്കും അതിൽ അവർ പുറത്ത് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. കാരണം അവർ തെളിവ് എന്ന് പറഞ്ഞത് തങ്ങളെനിക്ക് പേഴ്സണൽ നമ്പറൊന്ന് മെസ്സേജ് അയക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചാറ്റിൻ്റെ ഫോട്ടോ നമുക്ക് കാണിച്ചു തന്നു. അത് സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ആ വീഡിയോയിൽ അത് സ്ക്രോൾ ചെയ്തിട്ട് കാണിച്ചു തന്നു. തങ്ങളെനിക്ക് അയച്ച മെസ്സേജുകളാണ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. അതേപോലെ തങ്ങളുടെ ആധാറിൻ്റെ ID എടുത്ത് കാണിച്ചിട്ട് അതിൽ പേര് ഹാമിദ് എന്നുള്ളൂ, തങ്ങളല്ല എന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചത്. പക്ഷേ അന്ന് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ഐഡിയെക്കുറിച്ച് എനിക്കറിയില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ചാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് ഒരു വീഡിയോയിൽ തങ്ങൾ തന്നെ വന്നിട്ട് ഇത് ആ ചാറ്റ് നമുക്ക് കാണിച്ചു തന്നു. എന്നിട്ട് അതിലെന്ത് പറഞ്ഞത് കാണിച്ചിട്ടില്ല. പക്ഷേ ഇത് തങ്ങളെ ഫോണല്ല, ഇത് വേറെ ആളെ നമ്പറാണ്, വേറെ ഇവിടെ പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഫോണാണെന്നുള്ള രൂപത്തിലാണ് തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതാണ്, നമുക്കിപ്പോൾ ഒരാൾ പരിചയമുണ്ട്, ആ പരിചയപ്പെട്ട ഒരാളിലൂടെ നമുക്കൊരു നമ്പർ കിട്ടി. ആ നമ്പർ കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ നോർമലായിട്ട് അയാളെ പേര് വെച്ചിട്ട് ചിലപ്പോൾ സേവ് ചെയ്യും, ഇല്ലെങ്കിൽ അയാളുമായിട്ട് ബന്ധപ്പെട്ട അയാളെ പേരും വേറൊരു പേരും കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ സേവ് ചെയ്യുക. അപ്പോൾ ആ രൂപത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് തങ്ങളുടെ പേരിൽ സേവ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. ഏതായാലും അതിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നത് വേറെ കുറേ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അഥവാ ഇപ്പോൾ നൂറെ ഹബീബിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് മാത്രം പ്രവർത്തിക്കുന്ന ചില ലോബികളുണ്ട്. ആ ലോബികളുടെ ഭാഗമായിട്ടാണോ ഈ താത്ത വന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആ താത്ത അന്ന് നൂറെ ഹബീബ് തങ്ങളെ ആ ആധാർ കാണിച്ചുകൊണ്ട് ഇത് തങ്ങളല്ല എന്ന് ഉറപ്പാണ്, ഇതിൽ തന്നെ രേഖയല്ല എന്നുള്ള രൂപത്തിൽ വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് മറുനാടനിൽ പോയിട്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ID കാർഡ് ആകുമ്പോൾ അതിന് ബാക്ക് സൈഡ് ഉണ്ടാവും. അതിന് ബാക്ക് സൈഡിൽ നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സംഭവം അവർക്ക് ആധാർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ 2 ഭാഗം കാണിക്കണമല്ലോ. കാരണം തങ്ങളെല്ലാം തെളിയിക്കാനുള്ള രേഖയായിട്ടാണ് അത് കാണിച്ചത് എന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് 2 ഭാഗം കാണിക്കണം. കാരണം അതൊരു സത്യമായിട്ടുള്ള കാര്യം ആവണം, ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന ഉദ്ദേശമാണെങ്കിൽ. പക്ഷേ ഇത് വേറെന്തോ ഉദ്ദേശത്തിനാണെന്നുള്ളത് ഒറ്റ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അതിൻ്റെ അപ്പുറത്ത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇന്ന തങ്ങളുടെ മകനാണ്, വീട്ടുപേര് കൊടുത്തിട്ടുണ്ട്, സ്ഥലം അഡ്രസ്സ് എല്ലാം കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ താത്ത വേറെന്തോ ഉദ്ദേശത്തിനാണെന്ന് പറയാനുള്ള മെയിൻ കാരണമാണിത്. കാരണം താത്ത നേരെ സത്യം തെളിയിക്കാനാണ്, റമദാനിൽ ഇബിലീസിനെ പുറത്തിട്ട പ്രത്യേക കൂലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. പക്ഷേ താത്ത ഒരു ഇബിലീസ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കണം. ഞാനവിടെ താത്താനെ ആക്ഷേപിക്കാനല്ല കേട്ടോ വന്നത്, ഞാൻ അവരുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചാണ് സംസാരിച്ചത്. കാരണം ജനങ്ങൾക്കിടയിൽ ഈ നൂറെ ഹബീബ് കള്ളത്തരമാണ് ചെയ്യുന്നത്, മോശം കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഒരിക്കലും നല്ലതല്ല, തട്ടിപ്പാണെന്നുള്ള കാര്യം തെളിയിക്കാനായിരുന്നു താത്ത വന്നതെങ്കിൽ താത്ത ആ ആധാറിൻ്റെ അപ്പുറം കാണിക്കണമായിരുന്നു. അതേപോലെ താത്ത പറഞ്ഞു ഒരു 6 മിനിറ്റ് വോയിസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ തങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ചാറ്റ് ചെയ്യണ ആ ലിസ്റ്റ് കാണിച്ചു, അത് ഓപ്പൺ ആക്കിയിട്ട് നമ്മളോട് സംസാരം കേൾപ്പിക്കണമായിരുന്നു. ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു വരുമായിരിക്കും, എന്തായാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. പക്ഷേ ഇങ്ങനത്തെ ചില വിഷയങ്ങൾ കൊണ്ട് തന്നെ താത്ത ചെയ്യുന്നത് കള്ളത്തരാന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ബാക്ക് സൈഡിൽ കറക്റ്റ് തങ്ങളപ്പാൻ്റെ പേര് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് തങ്ങളാണോ അല്ലേ എന്നുള്ളത് പോലും സംശയമുണ്ടെന്നുള്ള രൂപത്തിൽ ആ ആധാർ കാണിക്കേണ്ട ആവശ്യം? പിന്നെ വേറൊരു വിഷയം ഒരു വോയിസിൻ്റെ കാര്യമാണ്. ആ വോയിസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പം. 6 മിനിറ്റുള്ള വോയിസ് ആണെന്നാണ് നമ്മളെ പൊന്നാനിയുള്ള യൂട്യൂബർ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാനിവിടെ പങ്കുവെക്കാം. ഏതായാലും
വളരെ വിശദമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ആ വോയിസിൽ ഇപ്പോൾ മറ്റുള്ള സ്ത്രീകളായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ചില ആളുകളെ സഹായിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ട് കൂടുതൽ പോകുന്നില്ല. പക്ഷേ നമുക്ക് ഈ വിവരങ്ങൾ തന്നത് ഈ പൊന്നാനി യൂട്യൂബറാണ്. ഇവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹമാണ് ഇതിനു വേണ്ടിയിട്ട്, കാരണം അദ്ദേഹം ഈ നൂറെ ഹബീബിൽ വിവാദങ്ങൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ട് അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ടുള്ള രേഖകളാണ് നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് ഈ ആധാറിൻ്റെ എന്ന് പറഞ്ഞാൽ സംഭവം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമായിരുന്നു അത്. പക്ഷേ ആ മറുനാടനിൽ അതങ്ങോട്ട് കൊടുത്തപ്പോൾ, പബ്ലിക്കായിട്ട് അങ്ങോട്ട് വന്നപ്പോൾ ആൾക്കാരൊക്കെ, കുറേ ആൾക്കാർ അതും ഇതും പറഞ്ഞിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ, ഒരു യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് പല ചോദ്യങ്ങളും ചോദിക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇവർ പറയുന്നത് കേട്ടിരിക്കാൻ മാത്രമല്ല ഓപ്ഷൻ ഉള്ളത്, അതിനെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. പക്ഷേ അങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഈ താത്ത തയ്യാറില്ല എന്നാണ് നമ്മളെ പൊന്നാനി യൂട്യൂബർ പറഞ്ഞത്. കാരണം അദ്ദേഹം കുറേ താത്തയായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അവർ തയ്യാറല്ല എന്ന്. കാരണം താത്ത ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ അതിന് ഡിഫെൻഡ് ചെയ്ത് ചോദ്യം ചോദിക്കാൻ പറ്റുമല്ലോ. ആ ചോദ്യം ചോദിക്കാൻ പറ്റുമെങ്കിൽ അതിന് മറുപടി പറയാൻ കഴിയണം. അത് ജസ്റ്റ് കള്ളത്തരം വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാളെ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ ചിലപ്പം ഡിഫെൻസ് ചോദ്യം വരുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയില്ല. കാരണം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു വെച്ച സംഭവങ്ങൾക്ക് മറുപടി പറയാനേ പറ്റുള്ളൂ. ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യാത്ത സംഭവങ്ങൾ വരുമ്പോൾ മറുപടി പറയാൻ പറ്റില്ല, അങ്ങനത്തെ വിഷയങ്ങൾ. അപ്പോൾ എന്തായാലും വേറൊരു വഴിത്തിരിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം എന്താണ്, അത് വിജയിക്കും എന്നുള്ളത് തീർച്ചയാണ്. പ്രത്യേകിച്ച് ഇത് റമദാൻ മാസം കൂടിയാണ്. അപ്പോൾ നമ്മളെ കൽബൊക്കെ നന്നാക്കാനുള്ള അവസാനത്തെ അവസരമായിട്ട് ഇതിനെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോവാം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ട് എന്ന് വിചാരിച്ച് ഒരാളങ്ങോട്ട് മേക്കിട്ട് കയറി അയാളങ്ങോട്ട് ഇല്ലാതാക്കാന്നുള്ള പ്ലാനൊന്നും നടക്കൂല. അതൊക്കെ മാസ്റ്റർ പ്ലാനിൽ അള്ളാഹു ആദ്യം തന്നെ തീരുമാനിച്ച് വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും കൽബ് നന്നാക്കുക, മനസ്സ് നന്നാക്കുക, ഹൃദയം ശുദ്ധീകരിക്കുക. ഇന്ന് 27ാമത്തെ രാവിൻ്റെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ദുആകളിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു എല്ലാവരും നന്നാക്കി തരട്ടെ, എല്ലാവരും ഹൃദയം അള്ളാഹു ശുദ്ധീകരിച്ച് തരട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ആ പൊന്നാനി ഫ്ലവറിൻ്റെ വീഡിയോയുടെ കുറച്ച് ഭാഗം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഫുള്ള് കാണാത്തവരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.